പ്ലസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങൾ അത് ഏത് വിഭാഗത്തിൻ്റേതായാലും അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം അന്തിമമായി നൽകുന്നത് ജില്ലാ കളക്ടർമാരാണ്. ഇതിനു വേണ്ടിയുള്ള അപേക്ഷ ലഭിച്ചാൽ ജില്ലാ കളക്ടർമാർ ആ അപേക്ഷ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറും. അവർ ഒരു രഹസ്യാന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുക്കും. ആ റിപ്പോർട്ട് അവലോകനം ചെയ്തതിന് ശേഷമാണ് ജില്ലാ കളക്ടർ ഇതിന് അനുവാദം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ഫാക്ടറുകൾ കൂടി കളക്ടർ കണക്കിലെടുക്കും. അതിനുശേഷമാണ് അനുവാദം നൽകുക. എന്നാൽ 2021 ഫെബ്രുവരി 14 സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ബാധകമാകുന്ന തരത്തിലുള്ള ചട്ട ഭേദഗതികളാണ് ആ ഇതിലും മൂന്നിലല്ല രണ്ടെണ്ണത്തിലും വരുത്തിയത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പഞ്ചായത്തിനുള്ളതായാലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുള്ളതായാലും ഈ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. അത് പ്രകാരം കളക്ടറുടെ അനുവാദമല്ല വേണ്ടത്, മറിച്ച് ഈ ലോക്കൽ ബോഡിയുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയുടെ അംഗീകാരമാണ് വേണ്ടത് എന്നായിരുന്നു അതിനകത്ത് കാണിച്ചത് ആ ഉത്തരവിൽ. പക്ഷേ അതിനെതിരെ ചാലിശ്ശേരിയിലെ ഒരു ആരാധനാലയം ഒരു പെറ്റീഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കൊടുക്കുകയും ഹൈക്കോടതി അതിന്മേൽ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇത് പൂർണ്ണമായിട്ടും ഈ ഭരണസമിതിയെ ഏൽപ്പിച്ചതിനെതിരെ വന്ന പെറ്റീഷൻ്റെ മേലാണ് ഈ സ്റ്റേ ഓർഡർ കൊടുത്തത്. പക്ഷേ ആ സ്റ്റേ ഓർഡർ കഴിഞ്ഞ ദിവസം വെക്കേറ്റ് ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ അന്ന് 2021 ഫെബ്രുവരി 14 സർക്കാർ വരുത്തിയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ഭേദഗതി നിലവിൽ വന്നു. അതുപ്രകാരം ഇനി ഈ ആരാധനാലയങ്ങളുടെ പുതിയ നിർമ്മാണം ആയാലും അതിൻ്റെ മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾ ആയാലും ഒക്കെ തന്നെ അനുവാദം നൽകുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണസമിതിയാണ്. ഇതിനുള്ള അപേക്ഷ കൊടുക്കേണ്ട വ്യക്തി അപേക്ഷ തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് കൊടുക്കുകയും സെക്രട്ടറി അതിനെ തുടർന്ന് ഭരണസമിതിയുടെ അംഗീകാരത്തിന് ബാക്കി എല്ലാ പ്രൊസീജിയറും കൂടി ചെയ്ത ശേഷം നൽകുകയും ചെയ്യും. അങ്ങനെ ഭരണസമിതി അംഗീകരിച്ചാൽ മാത്രമേ ഇനി ആരാധനാലയം, അത് പള്ളിയായാലും ചർച്ച ആയാലും അതുപോലെ ക്ഷേത്രങ്ങളായാലും ഏത് ആരാധനാലയമായാലും നിർമ്മിക്കണമെങ്കിൽ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണസമിതിയുടെ അനുവാദമാണ് വേണ്ടത് എന്നുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ വ്യക്തമായി കാണുമല്ലോ, ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നന്ദി.